C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ശാലിനി, എടോ, സുസ്മിത പറഞ്ഞത് കാര്യാക്കണ്ട. അവൾക്ക് അത്രയും വിവരമുള്ളൂ എന്ന് കരുതിയാൽ മതി. സുസ്മിത പറഞ്ഞതിൽ എന്താ തെറ്റ്? ശാലിനി ഒരു പരീക്ഷയിൽ തോറ്റു, ജീവിതത്തിൽ ആദ്യമായിട്ട്. ജീവിത പരീക്ഷയിൽ പണ്ടേ തോറ്റല്ലോ. എടോ, മിണ്ടരുത് നിങ്ങള്. എന്റെ എല്ലാ തോൽവികൾക്കും കാരണം നിങ്ങളോ? ആശ്വസിപ്പിക്കാൻ വന്നിരിക്കുന്നു. എടോ, ഞാൻ എന്ത് ചെയ്തെന്നു നിങ്ങൾക്കറിയോ? എന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു സിവിൽ സർവീസ്. ബുദ്ധി ഉറച്ചു തുടങ്ങുന്ന സമയം മുതലേ ഞാൻ ആഗ്രഹിച്ചതാ. അത് നേടിയെടുക്കാന്നുള്ളത് എന്റെ മാത്രമല്ല, ഒരു കുടുംബത്തിന്റെ, ഞങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരുപാട് പേരുടെ ആഗ്രഹമായിരുന്നു. അതാ നിങ്ങൾ തല്ലി തകർത്ത് കൈ തന്നത്. മിണ്ടരുത്. നിങ്ങൾക്ക് ചെയ്തതൊന്നും ബോധമില്ലെങ്കിൽ ഞാൻ നല്ല വൃത്തിയായിട്ട് പറഞ്ഞു തരാം. ഒരു മനുഷ്യന്റെ വാരിയലിനുള്ളിലേക്ക് കത്തി ഇറക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടാ ഞാൻ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നത്. എക്സാം ഹാളിൽ ഇരിക്കുമ്പോഴും എന്റെ കണ്ണീന്ന് മാഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ ചോര ചുവപ്പ്. കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നത് ജീവന് വേണ്ടി പ്രാണൻ പടഞ്ഞുള്ള അയാളുടെ നിലവിളിയ. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം അറിയായിരുന്നു എനിക്ക്. എന്നിട്ട് ആ സമയം ഒന്നും എന്റെ ബോധത്തിലേക്ക് വന്നില്ല. എന്റെ കൈ വിറച്ചു. എന്റെ മുന്നിലെ ഉത്തരക്കടലാസിൽ നിങ്ങൾ ആ മനുഷ്യനെ ആഞ്ഞു കുത്തുന്ന ദൃശ്യം മാത്രമായിരുന്നു. അതൊക്കെ അങ്ങനെ സംഭവിച്ചു പോയതല്ലേ? സംഭവിച്ചു പോയതെന്ന് നിങ്ങൾക്ക് വെറുതെ പറഞ്ഞൊഴിയാം. എന്റെ എത്ര വർഷത്തെ അധ്വാനവും ഉറക്കോ പാഴായതെന്ന് നിങ്ങൾക്കറിയോ? കോളേജിന്റെ പടി കണ്ടിട്ടില്ലാത്ത നിങ്ങൾക്കൊന്നും അതൊന്നും പറഞ്ഞ മനസ്സിലാവില്ല. IAS ഫുൾ ഫോം എന്താണെന്നെങ്കിലും അറിയോ നിങ്ങൾക്ക്? പറയാൻ പറ്റില്ല. പണമുണ്ടെങ്കിൽ എല്ലാമായെന്ന് കരുതി ജീവിച്ച നിങ്ങൾ സ്വയം മാത്രമല്ല, എന്നെ കൂടി തോൽപ്പിച്ചു. എന്റെ കുടുംബത്തെ, ഒരുപാട് പേരുടെ സ്വപ്നങ്ങളെയൊക്കെയാ നിങ്ങൾ ചവിട്ടി മെതിച്ചു കളഞ്ഞത്. എടോ, സംഭവിക്കാത്തതെല്ലാം സംഭവിച്ചു. ഇനി ഞാനെന്താ ചെയ്യേണ്ടതെന്ന് പറയും. ദയവ് ചെയ്ത് ഇനി സഹായമൊന്നും ചെയ്യരുത്. നാഗർകോവിലെ എക്സാം സെന്ററിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സഹായം ചെയ്തതാണല്ലോ. അതിന്റെ പ്രതിഫലം എനിക്ക് കിട്ടി. ഇനിയും താങ്ങാൻ വയ്യ. എന്നെ ഒന്ന് വിട്ടേക്ക്. എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ച് പൊക്കോട്ടെ. ചായക്കടക്കാരിയുടെ മോള് വീണ്ടും ചായക്കടക്കാരിയായി. സുസ്മിത അന്നും ഇന്നും UK ജോലി ചെയ്യുന്ന രാജശേഖരന്റെ മകള് തന്നെയാണടി. പദവി മാറിയിട്ടില്ല. ഇവക്കെങ്ങനെയാ ഇത്രയും ധൈര്യമെന്ന് അന്തം വിടുന്നുണ്ടാവും നീ? കാര്യമുണ്ടടി. ഒരു ഓഞ്ഞ ഫോണിൽ ലോ ക്ലാസ് ക്ലാരിറ്റിയിൽ പിടിച്ചൊരു വീഡിയോയും കയ്യിൽ വെച്ച് എന്നെ അങ്ങ് ബ്ലാക്ക് മെയിൽ ചെയ്യാന്ന് കരുതിയോ നീ? ഇപ്പൊ നിന്റെ കയ്യിൽ ആ വീഡിയോ ഇല്ല, ഫോണും ഇല്ല. അത് തല്ലിപ്പൊട്ടിച്ചതും മെമ്മറി കാർഡ് ഒടിച്ചു കളഞ്ഞതും ഒക്കെ ഈ ഞാൻ തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞതുകൂടി നീ വീഡിയോ എടുത്ത് ആരെയാന്ന് വെച്ച് കാണിക്ക. എന്തെങ്കിലും തെളിവുണ്ടോടി പിന്നെ നിന്റെ കയ്യിലിപ്പോ? അല്ല, നീ എന്താ പറഞ്ഞേ? നീ ഉടയോളും ഞാൻ അടിമേ അല്ലേ? എന്ത് ധൈര്യം അടി നിനക്ക് എന്റെ മുന്നിൽ കാലിന്മേൽ കാല് കയറ്റി വെച്ചിരിക്കാൻ?
നിന്നെയും നിന്റെ തള്ളയുമടക്കം നിന്റെ ആ കൂനാച്ചിപ്പുരയും കുടുംബശ്രീ ഹോട്ടലും വിലക്കെടുക്കാനുള്ള പണം ഉണ്ടടി എന്റെ അച്ഛന്റെ കയ്യില്. ആ എന്നെ കൊണ്ടാ നീ സോസറിൽ ചായ കുടിപ്പിച്ചതും മാമ്പഴം വാങ്ങിക്കാൻ മാർക്കറ്റിൽ ഓടിച്ചതും ഒക്കെ. വെച്ചിട്ടുണ്ടടി നിനക്ക് ഞാൻ. എണ്ണി എണ്ണി പ്രതികാരം ചെയ്തില്ലെങ്കിൽ എന്റെ അച്ഛന്റെ പേര് രാജശേഖരൻ അല്ലടി. അവളുടെ ഒരു വേൾഡ് ടെലിവിഷൻ പ്രീമിയർ ഒലക്കയുടെ മൂട്. എന്താടി? വീഡിയോ കയ്യില് വേണമെന്നില്ല. എപ്പോഴും ഞാനിങ്ങനെ വിളിച്ച വാലാട്ടിക്കൊണ്ട് വരേണ്ടി വരും നിനക്ക്. നിന്റെ ജനസിന്റെ ഗുണം അതാ. എന്താടി നീ പറഞ്ഞേ? അടങ്ങി നിൽക്ക് സുസ്മിത. ആദ്യം ഞാൻ പറയുന്നത് നീ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്ക്. എന്റെ അമ്മയും ശാരികച്ചി നിൽക്കുന്നിടത്ത് നീ അഴിഞ്ഞാടിയപ്പോഴേ ഞാൻ കരുതിയതാ നീ എന്തോ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന്. എന്റെ സംശയം ശരിയായി. വന്നു നോക്കുമ്പോ ഫോൺ പൊട്ടിച്ചിതറി കിടക്കുന്നു. മെമ്മറി കാർഡ് കാണാനുമില്ല. അതിനെ നീ കൊണ്ടേ കേസ് കൊടുക്കടി. ഇനി ഞാൻ ആ ഫോൺ പൊട്ടിച്ചെന്ന് പറഞ്ഞാലേ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. കേസ് കൊടുക്കുമ്പോഴേ ആ വീഡിയോയും കൂടി കൊടുത്താലോ? അപ്പൊ വിശ്വസിക്കില്ലേ? അതിന് നിന്റെ കയ്യിലിപ്പോ ആ വീഡിയോ ഇല്ലല്ലോ. ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കല്ലേ. ഡി അല്ല, call me ma'am. ശാലിനി ma'am. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.